കുന്നംകുളം കേച്ചേരിയിൽ സ്വകാര്യ ബസും കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ശാസ്ത്രമേളകളിലെ തട്ടിപ്പ് തടയാൻ വിദ്യാഭ്യാസ വകുപ്പ്. പുറത്തുനിന്നുള്ള വിദഗ്ധർ നിർമ്മിച്ചു നൽകുന്ന മോഡലുകളുമായി മേളയ്ക്കെത്താൻ കഴിയില്ല. പരിഷ്കരിച്ച ശാസ്ത്രോത്സവം മാനുവലിലാണ് നിർദ്ദേശമുള്ളത്. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുന്നംകുളം കേച്ചേരിയിൽ സ്വകാര്യ ബസും കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഇരു ബസ്സുകളിലായി ഉണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രൈവറ്റ് ബസ് റോഡിൽ നിന്ന് നീക്കം ചെയ്തു. കെഎസ്ആർടിസി ബസ് റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ഇരു ബസ്സുകളും തകർന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. ശാസ്ത്രമേളകളിലെ തട്ടിപ്പ് തടയാൻ വിദ്യാഭ്യാസ വകുപ്പ്. പുറത്തുനിന്നുള്ള വിദഗ്ധർ നിർമ്മിച്ചു നൽകുന്ന മോഡലുകളുമായി മേളയ്ക്കെത്താൻ കഴിയില്ല. വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ നിർമ്മിച്ചത് കുട്ടികൾ തന്നെയെന്ന് തെളിയിക്കണം. തെളിവായി വീഡിയോയും ഫോട്ടോകളും ഹാജരാക്കണം. ഇവ പരിശോധിച്ച ശേഷമാകും വിധികർത്താക്കൾ മാർക്ക് നൽകുന്നത്. ഗവേഷണാത്മക പ്രോജക്റ്റുകൾക്കും വീഡിയോ നിബന്ധന ബാധകമാണ്. പരിഷ്കരിച്ച ശാസ്ത്രോത്സവം മാനുവലിലാണ് നിർദ്ദേശങ്ങൾ ഉള്ളത്. നവംബർ 7 മുതൽ 10 വരെ പാലക്കാടാണ് കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. നേരത്തെ ശാസ്ത്രമേള പാലക്കാട്ട് നിന്ന് ഷൊർണൂരിലേക്ക് മാറ്റുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരു ബാനറിനു കീഴിൽ അണിനിരത്തിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കൊരട്ടിയിൽ പൂർണ്ണ രൂപത്തിലുള്ള മേൽപ്പാലം അനുവദിക്കുക, പൊങ്ങം മുതൽ മുരിങ്ങൂർ വരെ തുടർച്ചയായി സർവീസ് റോഡ് ഒരുക്കുക, സർവീസ് റോഡിന്റെയും ചിറങ്ങരയിലെയും മുരിങ്ങൂരിലെയും അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രം കൊരട്ടിയിലെ മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് 5 വരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ പരിഹാരം കാണാൻ കഴിയാത്തത് അധികൃതരുടെ കഴിവുകേടും നിസ്സംഗതയും ദീർഘവീക്ഷണമില്ലായ്മയുമാണെന്ന് സമരത്തിൽ വിമർശനമുയർന്നു. ഉപവാസ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. സേവ് കൊരട്ടി ചെയർമാൻ തോമസ് നാൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. യൂജിൻ മൊറേലി, ലീല സുബ്രഹ്മണ്യൻ, ഡെന്നിസ് K ആന്റണി, അഡ്വക്കേറ്റ് KR സുമേഷ്, ഫാദർ ലിജോ കുരിയേടൻ, ഷിഹാബ് മുസ്ലിയാർ, വർഗീസ് തച്ചുപറമ്പൻ, ബിജോയ് പെരേപ്പാടൻ, AA ബിജു, സജിത്, ജോസ് ആറ്റുപുറം, OJ ഫ്രാൻസിസ്, സുന്ദരൻ പനങ്കൂട്ടത്തിൽ, ഷിജു ജോർജ്, ജോസഫ് വർഗീസ്, ഡോക്ടർ ജോജോ നാൽപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 544 മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര മേഖലകളിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിൽ ഇടപെടാനും പരിഹാരം കാണാനും ജില്ലയിലെ മന്ത്രിമാരെന്ന നിലയിൽ K രാജനും പ്രൊഫസർ R ബിന്ദുവും തയ്യാറാകാത്തതിനെതിരെ MLA രൂക്ഷ വിമർശനമുയർത്തി. ചാലക്കുടിയുടെ MLA അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ജനപ്രതിനിധികൾ K രാജനോ ഈ പറയുന്ന KK രാമേന്ദ്രനോ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നമുക്കറിയാലോ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്തോരം തള്ളലുകളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസ് പറയുന്നു ഞാനാണ് ദേശീയപാത കൊണ്ടുവന്നത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു ദേശീയപാത ഞങ്ങളാണ് പണിതത്, ഞങ്ങളില്ലെങ്കിൽ ഈ ദേശീയപാത ഉണ്ടാകില്ല എന്ന് പറയുന്നു.
എന്തേ ഈ പ്രശ്നങ്ങളൊന്നും ഇവരാരും കാണുന്നില്ലേ? ഈ റിയാസ് എത്ര തവണ ഈ വഴിയിലൂടെ കടന്നുപോയി? ഒരു തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വിളിക്കാനോ എന്തെങ്കിലും ഇതിൽ ഇടപെടാനോ തയ്യാറായിട്ടുണ്ടോ? ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹെലികോപ്റ്ററും ട്രെയിനും ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കില്ലാതെ വഴിയൊരുക്കാൻ പോലീസുമുള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വലിയ കാര്യമല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വലിയപറമ്പ് സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ 50 വർഷം മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാമങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. പട്ടണങ്ങളിൽ വേറെ ഓരോ മേഖലയിൽ പ്രത്യേകം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സംസ്ഥാന കായിക വകുപ്പ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം ഉണ്ടാവണമെന്നുള്ള ഒരാശയം സർക്കാർ മുന്നോട്ട് വെക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ പദ്ധതിയും കായിക വകുപ്പിൻ്റെ പകുതിയും ചേർത്താണ് 1 കോടി രൂപ നമ്മൾ സമാഹരിക്കുന്നത്. നമ്മുടെ MLA-മാരൊക്കെ തന്നെ നല്ല രീതിയിൽ ഇതിനോട് സഹകരിക്കേണ്ട വെളിച്ചത്തിലാണ് ഇന്ന് കേരളത്തിൽ 450 പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സ്വന്തമായി കളിക്കളം ഇല്ലാതിരുന്നത്. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 1 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗാലറി, ടോയ്ലറ്റ് കം ചേഞ്ച് റൂം, ഡ്രെയിൻ, ഫെൻസിംഗ്, സ്പോർട്സ് ഉപകരണങ്ങൾ, ബോർവെൽ, അനുബന്ധ ഇലക്ട്രിക് പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്തി, മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി, ജയ ബിജു, നബീസത്ത് ജലീൽ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 31 ഞായറാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും നാളെ പൂർത്തിയാക്കും. ഈ മാസം ഇതുവരെ 82% ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ ഓഗസ്റ്റ് 31 മുമ്പ് തന്നെ വാങ്ങേണ്ടതാണ്. സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ച് സെപ്റ്റംബർ 1 തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. 1-ാം ഓണ ദിവസമായ സെപ്റ്റംബർ 4 റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. AAY കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ മാസവും തുടരുന്നതാണ്. BRC മാള ഓണപ്പറവകൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്തി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും, അതിയായ സന്തോഷമുണ്ട്. ഇനി കൂടുതലൊന്നും പറയാനില്ല, നമ്മുടെ വിനോദ് പ്രസിഡന്റ് എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ PRC ടീച്ചർ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ വിളിക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ബ്ലോക്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞ കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ കലാപരിപാടികളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി, ഈ ഓണാഘോഷ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചർക്കും അതുപോലെ ഇവിടുത്തെ അധ്യാപകർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണപ്പറവകൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ്, കലാഭവൻ ജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അധ്യാപിക വിദ്യ, BPC ഡോക്ടർ P ലിജു, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ, വാർഡ് മെമ്പർ ഷീജ, മുഹമ്മദ് ഷാഫി, ജോജി തോമസ് മേലേടത്ത് എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം നേടിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനെ ആദരിച്ചു. തുടർന്ന് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ മത്സരിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ ധർണ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KCF താലൂക്ക് പ്രസിഡന്റ് സലീം കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM നാസർ, PS മുജീബ് റഹ്മാൻ, CP തമ്പി, PP ജോൺ, EA ഷിജു, സാബിക് ബഷീർ, രാജേന്ദ്രൻ, വീണ റോം, അഖിൽ മേനോൻ, സജിന, സഹജാത്മൻ, ഗഫൂർ ഖാൻ, അരുൺ ദാസ്, ഇസ്ഹാഖ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഈ ഓണം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഒന്നിനൊന്നിച്ച് മത്സരത്തിൽ മത്സരമാണ് സ്വന്തമാരായി എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണത്തിന്റെ എല്ലാവരുടെ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒട്ടനവധി ഓണം വളരെ സമ്പൽ സമൃദ്ധിയിലും. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സണ്ണി കൂട്ടാല, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രത്യാശ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്ക് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണോദ്ഘാടനം നടന്നു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് BN അജയ്കുമാർ അധ്യക്ഷനായി. ഹൃദയപൂർവ്വം സ്നേഹസ്പർശ യാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ആലുവ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം KR വിൻസെന്റ്, പഞ്ചായത്ത് അംഗം ആശ ദിനേശൻ, ബാങ്ക് സെക്രട്ടറി അനിത P നായർ, ബാങ്ക് ഭരണസമിതി അംഗം യമുന ബാബു, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ MK പ്രകാശൻ, CN സാബു, CA പോളച്ചൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കാർമൽ സ്കൂളിൽ ഓണാഘോഷം നടന്നു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നതിന് കാർമൽ വിദ്യാലയത്തിലെ 2000 വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ടുള്ള ഓണപ്പാട്ട് ഏറെ ശ്രദ്ധേയമായി. ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ അനൂപ് പുതുശ്ശേരി CMI അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പ്രതിനിധികളായ MK ജോസ് അവറുകൾ, പീറ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണപ്പാട്ട് അവതരണത്തിനു ശേഷം MK ജോസ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കലിന് കൈമാറി. പ്രമുഖ വയലിനിസ്റ്റും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ MS വിശ്വനാഥ് വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കലും മാവേലിയും കുട്ടികൾക്ക് സന്ദേശം കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് ഡോക്ടർ സിനോജ് ആന്റണി, ഫാദർ ജെയിംസ് ആലപ്പാട്ട്, റോസ്മോൾ ആൻഡോ, ഷാരോ ഷോണി എന്നിവർ സന്നിഹിതരായിരുന്നു. ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്ക് ക്ഷേത്രത്തിൽ നാദാർച്ചന ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നാദസ്വര കലാകാരൻ ഒരുമനയൂർ പുരുഷോത്തമന്റെ നാദാർച്ചന ഞായറാഴ്ച വൈകിട്ട് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രനടയിൽ വൈകിട്ട് 5:30 മുതൽ 7:30 വരെ നടക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജു TN, സദാശിവൻ കുറുവത്ത്, പ്രതീഷ് മുരിയാട്, സുധാകരൻ കൊടകര, പുരുഷോത്തമൻ ഒരുമനയൂർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു.
ശാസ്ത്രമേളകളിലെ തട്ടിപ്പ് തടയാൻ വിദ്യാഭ്യാസ വകുപ്പ്. പുറത്തുനിന്നുള്ള വിദഗ്ധർ നിർമ്മിച്ചു നൽകുന്ന മോഡലുകളുമായി മേളയ്ക്കെത്താൻ കഴിയില്ല. പരിഷ്കരിച്ച ശാസ്ത്രോത്സവം മാനുവലിലാണ് നിർദ്ദേശമുള്ളത്. ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.